ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ 10 മണി മുതൽ ഉച്ചവരെയുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ 10 മണി മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്ക് ഞാൻ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുച്ചിലൊന്നും സെറ്റായിട്ടില്ല ഗൈസ്, പണിയൊന്നും തീർന്നിട്ടില്ല. വീടിൻ്റെ പണി തേപ്പ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ജനൽ കൂട്ടിയിട്ടില്ല, ഒരുപാട് പണി ബാക്കിയുണ്ട് ഗൈസ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുവൊട്ടിച്ചു. അതിനായി വെളുത്തുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇടണം. ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അരച്ച മുളകില്ലേ, അരച്ച മുളക് ഒഴിച്ച് കൊടുക്കാം. പുളിയും മഞ്ഞളും മല്ലിയും അതൊക്കെ ഇട്ട് അരച്ച മസാലയാണ് കേട്ടോ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ 3 അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് അയില അല്ല കേട്ടോ, ഐസിൻ്റെ ഇവിടെ അങ്ങനെയാണ് കിട്ടുന്നത്. നമ്മളെ സൈക്കിൾക്കാരനോട് വാങ്ങലാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ, എന്തായാലും ഫ്രഷ് കിട്ടും. അങ്ങനെ കറി ഉണ്ടാക്കും. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഒരു ക്യാബേജ് ഉണ്ടായിരുന്നു, അതിനെ മുറിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വീസത്തിലാണ് കേട്ടോ മുറിക്കുന്നത്. നോക്കിക്കോളി എത്ര സ്പീഡാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത്. എന്തായാലും പിന്നെ എനിക്ക് അത്രയും ശരിയായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അത് കുറച്ച് വെലിങ്ങനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടോ. അത് ആദ്യമായിട്ടല്ല കട്ട് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മറ്റേ കത്തിയിലാണെങ്കിൽ ഞങ്ങൾ പലകത്തി എന്ന് പറയുന്നില്ലേ, ആ കത്തിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യൽ. അപ്പോൾ ഇതിന്ന് ആദ്യമായിട്ടല്ല മുറിക്കുന്നത്, ഇത് കഷ്ണങ്ങൾ വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുളക് തളിച്ചു. അങ്ങനെ മുളക് തളിച്ചപ്പോഴേക്കും പിന്നെ അതിന് മീനിടാൻ വേണ്ടിയിട്ട് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിന്. അതിനിടയിൽ ഞാൻ മുറിച്ച് വെച്ച ക്യാബേജിൽ തക്കാളി, ഉള്ളി എല്ലാം ഇട്ട് കൊടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കണം. അതിനായിട്ട് പരിപ്പെടുത്ത് വെച്ചു. അതിനൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിനായിട്ട് തക്കാളിയും ഉള്ളി ഇതൊക്കെ മുറിക്കുന്നുണ്ട് പരിപ്പ് വെക്കാനായിട്ട്. ഇത് ഞാൻ എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്, അല്ലെങ്കിൽ മസാല വേറെ ഉണ്ടാക്കി പരിപ്പ് വേറെ വേവിച്ച് അങ്ങനെയാണ്. ഇന്ന് ഭയങ്കര ചൂട് കാരണം അടുപ്പിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. മുറ്റത്തെ ചൂടും ഉള്ളിലെ ചൂടും ആകുമ്പോൾ ഒരു മനുഷ്യനിക്ക് നല്ലോണം ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളെ മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നപ്പോഴേക്കും ഞാൻ മീനിട്ടു കേട്ടോ. വലിയ മീനാണ് കേട്ടോ അതിൽ. അപ്പോഴേക്കും കുക്കറിൽ വിസിൽ വന്നു. അങ്ങനെ മുളക് തളിച്ചപ്പോഴേക്കും മീനിട്ട് സെറ്റായി. അതിനെ കുറച്ച് കറിവേപ്പില ഇട്ടു ഇറക്കി വെച്ചു കേട്ടോ. അതേ അടുപ്പിൽ പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിന്. അതിന് കുറച്ച് കടുകും പൊട്ടിച്ചു, പിന്നെ വെളുത്തുള്ളിയും കറിച്ചപ്പലും ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മളെ പരിപ്പ് കറി സെറ്റായി. അതിന് കുറച്ച് താളിച്ചൊഴിച്ചു കേട്ടോ. കറിച്ചപ്പലിയും പിന്നെ കുറച്ച് കടുകും പൊട്ടിച്ച് താളിച്ചൊഴിച്ചു. അതേ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ക്യാബേജ് വെക്കുന്നത്. അങ്ങനെ അതിനായിട്ട് കുറച്ച് കടുകും വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് പിന്നെ അതിനെ ഇട്ടു കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നല്ലോണം മറിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ചെറിയ തീയിലായിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിവേപ്പില ഇട്ട് അതിനെ മാറ്റി വെച്ചു. പരിപ്പ് സെറ്റായി കേട്ടോ. അപ്പോഴേക്കും ഇത് കുറച്ച് വേവാൻ തുടങ്ങി. നല്ലോണം വേവണ്ട കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട് വെന്താൽ അത് സെറ്റായിക്കോളും. അങ്ങനെ ചോറൊക്കെ വെന്തു. കുട്ടികൾക്ക് ചോറ് വയ്ക്കാൻ സമയമായി. കുട്ടികൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്കൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരേ പാത്രത്തിൽ ചോറിൻ്റെ പാത്രത്തിലേക്ക് തന്നെ എല്ലാവർക്കും കറി ഇട്ട് കൊടുത്തു, ക്യാബേജ് ഇട്ട് കൊടുത്തു, പിന്നെ പരിപ്പ് കറി ഒഴിച്ചു കൊടുത്തു, പിന്നെ ഓരോരു കഷ്ണം മീനും. അവർക്ക് മുളക് കറി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മീൻ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ മേശൊക്കെ വെച്ച് പിന്നെ അവിടേക്ക് ഞാൻ ചോറ് കൊണ്ടുകൊടുത്തു കേട്ടോ. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുട്ടികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് ചെറിയ കുഞ്ഞിൻ്റെ സൗണ്ടാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ചോറ് കൊടുത്ത് നമുക്ക് ഗൈസ്. മുറ്റത്ത് നല്ല വെയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അസ്സലാമു അലൈക്കും.